വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നൈറ്റ് മൂവിക്ക് പോകുന്നത് വളരെ കുറവാണ്. മാത്രമല്ല ഫാമിലി ആയിട്ടൊരു മൂവിക്ക് പോയിട്ട് വളരെ വളരെ കുറവാണ്. അങ്ങനെ ഇപ്പോൾ ഇരുന്ന് ദൃശ്യം 3 കാണാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഷോ കാണണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ് പോകുന്നത്. മാത്രമല്ല സിനിമയുടെ ടൈം എന്ന് പറയുന്നത് 12 ആണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈം 11 ആണ്. എൻ്റെ അമ്മേൻ്റെ ധൃതി. അതിപ്പോൾ എല്ലാവരുടെ അമ്മമാരെങ്ങനെയാണല്ലോ, സിനിമയ്ക്ക് ബ്ലോക്ക് ആയിരിക്കും, നമ്മൾ കയറാൻ നേരത്തെ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരത്തെയാണ് ഇറങ്ങി. നമ്മുടെ കലാഭവൻ തിയേറ്ററിലാണ് നമ്മൾ കയറിയത് കേട്ടോ. എൻ്റെ കൂടെ അമ്മ, ചേട്ടൻ, സബിൻ ബ്രോ. നമ്മൾ ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് സബിൻ ബ്രോനെ പറ്റി. നമ്മുടെ റൂമൊക്കെ മേക്കുവറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ പുള്ളി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോസ്റ്റ് ആയിരുന്നു. കാരണം 12 മണിക്ക് ആ സിനിമ തീരുന്നവരെ നമ്മളവിടെ വെറുതെ നിന്നു. ആക്ച്വലി എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിനാണ് ഇത്രയും നേരത്തെ വന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് സിനിമയ്ക്ക് കയറി. ദൃശ്യം മൂവിയുടെ ഹരം എന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമാക്സ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റിൽ കാണുന്ന ആ ഒരു ത്രില്ലും അതുപോലെ തന്നെ സെക്കൻഡിലും നമുക്കത് കിട്ടുകയും ചെയ്തു. അതേപോലെ ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കിട്ടുമോ ഇല്ലെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ മൂവി കാണാൻ പോയത്. എക്സ്പെക്ടേഷൻ പോലെ തന്നെ എനിക്ക് ആ ഒരു ഫീൽ നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോയിലർ ചേട്ടന്മാർ ഒരുപാട് പേര് കാണും. ദയവേത് സ്പോയിൽ ചെയ്ത് നശിപ്പിക്കരുത്. മിക്കവരും തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന മൂവിയാണ്. അപ്പോൾ ദയവേത് സ്പോയിൽ ചെയ്ത് നശിപ്പിക്കുക. എല്ലാവരും ആ മൂവി ആ ത്രില്ലിൽ തന്നെ ഒന്ന് കണ്ടോട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.